പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം 33,000 രൂപ ഏജന്റ് ഫീസും എക്സാം ഫീസൊക്കെ അടക്കം ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ടായി. അപ്പം ഞാനാണെങ്കിൽ B2 പഠിച്ചിട്ടുണ്ടായില്ല. അപ്പം എന്നോട് പഠിക്കുന്നു പറഞ്ഞെങ്കിലും ഞാൻ സാരമില്ല, ഞാനത് എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതിയതാണ്. പക്ഷേ അത് കിട്ടിയില്ല എന്നായപ്പോഴേക്കും ഭയങ്കര സങ്കടമായി. എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞു, എനിക്ക് ഇത് നിർത്തി, ഇപ്പം ഡിഗ്രി കഴിഞ്ഞതല്ലേ, PGക്ക് പോകാൻ പാടില്ല, ഇത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. ഞാൻ ആ മെയ് 16 തീയതി തുടങ്ങി. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ജപമാല ചൊല്ലാൻ തുടങ്ങി. എനിക്ക് എന്താണെന്ന് അറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ആകെ സങ്കടമായിട്ടിരുന്നപ്പോൾ ഞാൻ ജപമാല ചൊല്ലി. അന്ന് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി സാക്ഷ്യങ്ങളൊന്നും ശരിക്കും കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും എനിക്ക് ഉടമ്പടി സാക്ഷി അയച്ചു തരുമെങ്കിലും ഞാനതൊന്നും കാണാറുണ്ടായിരുന്നില്ല. ഞാനപ്പം ആദ്യം 2-3 ദിവസം ജപമാല ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു ഭയങ്കര എന്തോ ഒരു പോസിറ്റീവ് ഫീലായി. അങ്ങനെ ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ എടുക്കുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങളൊക്കെ വന്നു. അപ്പം ഞാൻ അത് എടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് കൂടുതലും വന്നുകൊണ്ടിരുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച കുട്ടികളുടെ സാക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടിയിലത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും ഒരു രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയ ഒരാളുടെ പക്വതയോടുകൂടി ആയിരുന്നില്ല ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ കുറേ കാര്യങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാനും പിന്നെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഒരു കുട്ടി ഇങ്ങനെ പറയുന്നത് കേട്ട്, അതായത് ഏഷ്യ 45:2-3 എന്നുള്ള വചനം, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. പിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൽ നിധികളും ദിവസം തന്നെ ശേഖരവും ഞാൻ നിനക്ക് തരും. ഈ ഒരു വചനം 55 പ്രാവശ്യം ഇങ്ങനെ എഴുതി പ്രാർത്ഥിച്ച് ആ കൊച്ചു ചെയ്യുമ്പോഴും അവർക്കത് നടന്ന് കിട്ടുമെന്ന് ഇങ്ങനെ സാക്ഷ്യത്തിൽ ഞാൻ കണ്ടപ്പോഴേക്കും ഞാനും ആ വചനം ആദ്യം തന്നെ 55 പ്രാവശ്യം എഴുതി പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് ഒരു മെയ് അവസാനം 30-ാം തീയതി ആയപ്പോഴേക്കും ഇങ്ങനെ ഒരു മെസ്സേജ്, ഞാനിങ്ങനെ കുറേ ഇങ്ങനെ സ്ലോട്ട് എടുക്കാനായിട്ട് കുറേ ഗ്രൂപ്പിൽ ചേർന്നിച്ച്. അപ്പോൾ അതിലൊരു ഗ്രൂപ്പിൽ കണ്ടതാണ് തിരുവനന്തപുരം ഗോയിത്തേലെ എക്സാമിന് സ്ലോട്ട് എടുക്കണമെന്ന് നമ്മൾ മെയിലാണ് അയക്കേണ്ടത്. അപ്പോൾ മെയിൽ അയക്കേണ്ട തീയതി മെയ് 31-ാം തീയതി ആയിരുന്നു. അപ്പം അന്ന് എന്നോട് ഉള്ളിൽ നാലോ പറഞ്ഞു, നീ അതിന് മെയിൽ അയക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ അയച്ചാൽ കിട്ടേണ്ടതല്ല. ഇപ്പം വൈഫൈ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് ഇങ്ങനെ മെയിൽ അയച്ചാൽ കിട്ടാറില്ല. പക്ഷേ ഞാൻ അത് വിശ്വസിച്ച്, അതിൻ്റെ ഉള്ളിൽ നാലോ പറയണത് ഞാൻ ഇങ്ങനെ വിശ്വസിച്ച് ഞാൻ അന്ന് മെയ് 31-ാം തീയതി 11 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഫോണിൽ ഞാൻ ഉപ്പ് വിതറി. എന്നിട്ട് ഞാൻ എൻ്റെ മെയിൽ അയച്ച് അതൊരു ജൂൺ 10-ാം തീയതി ആയപ്പോഴേക്കും റിപ്ലൈ മെയിൽ വന്ന് നിനക്ക് അന്ന് എനിക്ക് ഞാൻ റൈറ്റിങ്ങും റീഡിങ്ങും ആണ് ആ സ്ലോട്ട് എടുത്തേച്ചത്. എനിക്ക് സ്ലോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് വേണ്ട, അത് സ്ലോട്ട് കിട്ടിയെങ്കിലും പോകണ്ട, കാരണം നീ നിനക്കൊന്നും അറിയാൻ പാടില്ല, നല്ലോണം പഠിച്ചിട്ട് എവിടെയെങ്കിലും പോയി വീട്ടിൽ പഠിച്ച് മാത്രം ഈ എക്സാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇത് ഭയങ്കര വിശ്വാസത്തോടെ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മച്ചി പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും എക്സാം എഴുതാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീയിൽ ലോൺ എടുത്താണ് അന്ന് എക്സാം എഴുതാൻ പോകുന്നത്. എക്സാം ഇവിടെ വന്ന അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ വന്നത്. പക്ഷേ ശരിക്കും ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഉണ്ടായി. ഞാൻ ചോദിച്ചപ്പോഴേക്കും അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ വന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് എഴുതുന്നത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ റോഡിൽ ഇങ്ങനെ CCTV ചോദിച്ചിട്ട് അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ടോപ്പിക് കണ്ടപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനത് റിവൈസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞ് നോക്കി വെച്ചിട്ടുണ്ടായി. ഞാൻ എക്സാമിൽ പോയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ടോപ്പിക് അതാണ്. അത് പഠിച്ചത് തന്നെ എനിക്ക് അത് എഴുതാൻ പറ്റി. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. പിന്നെ ഞാനത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ എക്സാം എഴുതിയില്ല. അത് കഴിഞ്ഞ് സെപ്റ്റംബറിലോട്ട് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് അവസാനമാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ 2 മൊഡ്യൂൾ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ നോമ്പ് എടുത്തിട്ടാണ് എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ